ഇന്ന് നമുക്ക് അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ നോക്കാം അല്ലേ. ഞാൻ സ്ഥിരം എനിക്ക് ഏത് പ്ലാന്റ് കിട്ടിയാലും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് അതിലിങ്ങനെ വളർന്നു വന്ന് ഒരു ബേബി പ്ലാന്റ് ഉണ്ടായി രണ്ടാമതൊരു പ്ലാന്റ് ഉണ്ടാക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള ആ ഭാഗം അങ്ങ് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതിൻ്റെ മേൽഭാഗം കുഴിച്ചു വെക്കും. ഈ അഗ്ലോണിമയ്ക്ക് ഇങ്ങനെ കുഴിച്ചു വെച്ചാലും പെട്ടെന്ന് തന്നെ റൂട്ടുണ്ടാവും. അതുകൊണ്ട് അത് നശിച്ചു പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. കാര്യം ഇത് ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല. പിന്നെ വേണ്ട നമ്മൾ ഈ ഒരു ഭാഗമില്ലേ, ഇതിന് നമുക്ക് ഇത്രയും വേരിൻ്റെ ആവശ്യമില്ല. ഇവനെ നമുക്കൊന്ന് മുടുക്കനാക്കിയെടുക്കാം. ശുണ്ടരനായത് കണ്ടില്ലേ. നമുക്ക് പിന്നെ ഇതുപോലൊരു പാത്രം, ഞാനിങ്ങനെ മിനറൽ വാട്ടറിൻ്റെ ഒക്കെ ഇതുപോലെ അടിഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് ഹോളൊക്കെ ഇട്ട് നേരത്തെ വെച്ചിട്ടുണ്ട്. കാര്യം ഇതിലാണ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാറുള്ളത്. അതിൽ മണ്ണ് നിറച്ച ശേഷം വിരൽ വെച്ച് നമ്മുടെ കയ്യിലുള്ള ആ തണ്ടില്ലേ അതിനിറങ്ങാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അതിന് ശേഷം അത് അതിനകത്തേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് സൈഡ് വഴി മണ്ണിട്ട് മൂടുക. സോ സിമ്പിൾ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. കണ്ടില്ലേ, മണ്ണൊക്കെ ഇട്ട് ആ വേര് നമുക്ക് പൊന്തി നിൽക്കുന്നില്ലേ, ആ ഭാഗമെല്ലാം ഇങ്ങനെ അടിയിലാക്കി കൊടുക്കണം. അതിനുശേഷം ഇവനെ നമുക്ക് നമ്മുടെ പ്രൊപ്പഗേഷൻ സോണിലേക്ക് കൊണ്ടുപോകാം. ഇതുപോലെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അവിടേക്ക് വെച്ച ശേഷം ഈ ചട്ടി അങ്ങ് നീക്കി വെക്കും. ഡയറക്റ്റ് സൺലൈറ്റും വെള്ളവും ഒന്നും ഇതിന് കിട്ടാത്ത രീതിയിൽ. എന്നിട്ട് നമ്മൾ നട്ടുവെച്ച പ്ലാന്റിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പോട്ടിംഗ് മിക്സിന് നല്ല ഡ്രെയിനേജ് ഉണ്ടാകണം. കണ്ടില്ലേ ഈ വെള്ളം എത്ര പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യുന്നതെന്ന്. അപ്പം ബായ്, ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നേ.